വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതുവരെ. ഇനി അത് ഞാനാകാം. കിട്ടാതെ പോയി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. പറയാണ്ട് പിന്നെ പറ. ഇപ്പൊ എനിക്ക് കുറെ ജോലി തീരാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ചോറും കറിയും വെക്കണം. ഓ ശരി, അത് നടക്കട്ടെ. സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത്? എല്ലാവർക്കും വേണ്ടി എന്താണോ ഉണ്ടാക്കുന്നത് അത് മതി. ആ പിന്നെ ഈ സാറ് വിളി ഇനി അങ്ങ് നിർത്തിക്കോ. എല്ലാവരോടും ഞാൻ പറഞ്ഞില്ലേ നീ എന്റെ മകളെന്ന്. എന്റെ മക്കളെ നീ എങ്ങനെയാണോ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചാൽ മതി. ഇനിയിപ്പോ ആരും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു. എങ്ങനെയാ വിളിക്കണ്ടേ? ആ അങ്ങനെ. ഇനി ഞാൻ ഈ വിളി മാറ്റത്തില്ല. എന്നെ കൊന്നാലും മാറ്റത്തില്ല. വേണ്ട, ഞാൻ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ വിളിക്കണം. അച്ഛാ അച്ഛാ എന്തുവായി മോളെ? അച്ഛന് ദോശയും ചട്നിയും വേണോ? ഇടിയപ്പവും കടലക്കറിയും വേണോ? ഇഡലി സാമ്പാർ വേണോ? ഇത് മൂന്നും ഓരോ പ്ലേറ്റ് പോരട്ടെ. ശിവേട്ടാ, ശിവേട്ടൻ എവിടെയാ? ശിവേട്ടൻ അർജന്റായിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്താ കാര്യം? രാജീവ് വന്ന് അലീനയെ കടപ്പാട്ടൂര് വൈജയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നല്ലോ. അവർ തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നോ? ആ, ബാലേന്ദ്രൻ വിളിച്ചോണ്ട് വന്നു. എന്തിനാ അവളെ വീട്ടിൽ കയറ്റിയേ? അപ്പൊ തന്നെ അവളെ അടിച്ചിറക്കണ്ടേ വൈജ? അവൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? ബാലേന്ദ്രൻ അവളെ വിളിച്ചോണ്ട് വന്നിട്ട് ചെയ്തത് എന്നതാണെന്ന് ശിവേട്ടൻ അറിഞ്ഞു. അലീനയെ ദത്തുപുത്രിയായിട്ടെന്ന് പ്രഖ്യാപിച്ചു. ഇനി മുതൽ അവൾ അവിടെ വേലക്കാരിയുമല്ല, ഹോംലെസ്സും അല്ല. ബാലേന്ദ്രൻ ദത്തെടുത്ത മകളാണ്. അവൾക്കും ബാലേന്ദ്രന്റെ മക്കൾക്കുള്ള സ്ഥാനവും അവകാശവും ആ വീട്ടിലുണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ രാജീവ് വന്ന് ചെയ്തെല്ലാം വെറുതെ ആയോ? വെറുതെ ആയെന്ന് മാത്രമല്ല, പ്രശ്നം ഒന്നുകൂടി വഷളാവുകയും ചെയ്തു. നേരത്തെ അവൾ വീട്ടുവേലക്കാരിയാണല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോ അവള് ബാലേന്ദ്രന്റെ ദത്തുപുത്രിയല്ലേ? എന്താ കഥ? ഇനി അവളോട് വല്ലതും പറയാൻ പറ്റുമോ? ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഞാൻ അയാളെ വിളിക്കട്ടെ, എന്താ കാര്യം ചോദിക്കട്ടെ. അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവാൻ പോണില്ല ശിവേട്ട. ബാലേന്ദ്രനെ വലിയ രാജാപ്പാട്ട് വിളിക്കുവോ? അയാൾ ആജ്ഞാപിക്കും, എല്ലാവരും അനുസരിച്ചോളും. അത് അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ബാലേന്ദ്രൻ പഴയ ബാലേന്ദ്രനൊന്നും അല്ല. അയാളിപ്പോ വലിയ സംഭവമാണെന്ന് നാട്ടിൽ അങ്ങ് അഴിഞ്ഞ ആളുവാ. അത് ഞാൻ അറിഞ്ഞു. അവളെ കൊണ്ട് ഏതോ റിസോർട്ടിൽ പോയി താമസിക്കണമെന്ന് രാജീവ് പറഞ്ഞായിരുന്നു. അതൊക്കെ മനുഷ്യനോട് പറയാൻ കൊള്ളാവോ? വൈജി ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നോ ആവോ? അവൾ ഭയങ്കര വിഷമത്തില. ഞാൻ രാജീവിനെ ഒന്ന് വിളിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താ വേണ്ടതെന്ന് ആലോചിക്കട്ടെ. വൈജയെ ഞാൻ വൈകുന്നേരം വിളിക്കാമെന്ന് പറയാം. ഇപ്പൊ വയ്ക്കാണേ. ശരി ശിവേട്ട. സർ, അച്ഛാ, അച്ഛാ, വാതിൽ തുറക്കൂ. ഇതെന്താ പതിവില്ലാതെ വാതിലിന് കൊച്ചിയിട്ടേക്കുന്നത്? എനിക്കാണെങ്കിൽ മുട്ടി വിളിക്കണമെങ്കിൽ. ഇതൊക്കെ ബാലേന്ദ്രൻ മനഃപൂർവ്വം ചെയ്യുന്ന. എന്തിന്? നീ എന്നെ വിളിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ. ഓ, ഭയങ്കര ബുദ്ധി തന്നെ. സമ്മതിച്ചു. അതെ, ആദ്യം നീ സാറെന്ന് വിളിച്ചതും കേട്ടു, പിന്നെ നീ അച്ഛാന്ന് വിളിച്ചതും കേട്ടു. ഞാൻ ഇന്നലെ ജനിച്ച വീണ കുഞ്ഞല്ലേ? ചെറിയ തെറ്റൊക്കെ പറ്റും. അതുകൊണ്ട് ഞാൻ അതിന് ക്ഷമിച്ചു. ഇനി സൂക്ഷിച്ചോളാം. ചൂട് പോകുന്നതിന് കഴിക്കും. ഇപ്പോഴാണെങ്കിൽ 65 ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ട്. ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ തണുത്തു പോകും. ചൂടില്ലെങ്കിൽ വേറെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വരും. ഇല്ല, നീ മേക്കിംഗ് ഇല്ല. അതല്ലാതെ അന്നൊക്കെ കുക്കിംഗ് കൊണ്ടിരുന്ന ജോലിക്കാർ പോയി. എങ്ങോട്ട് പോയി? പിടിച്ചോട്ടോ. ഓഹോ, അപ്പൊ കുക്കിംഗ് ആരാ ചെയ്യുന്നത്? ബാലചന്ദ്ര മീനൻ സാറിന്റെ ഒരു മോള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തു തരുമോ? ആണോ? ഭയങ്കരം തന്നെ. എവിടെയായിരുന്നു ഇത്രയും കാലം ഈ മോള്? കിഴക്കൂട്ടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, തിരുവനന്തപുരത്തിനടുത്ത്. എന്നിട്ട് ഇപ്പോഴാണോ അച്ഛനടുത്ത് വരുന്നത്? അച്ഛൻ വിളിച്ചില്ല, അത് വരണമെന്നില്ല. ഇന്നലെയാ വിളിച്ചത്, അപ്പഴേ ഓടി വന്നു. ഓ അങ്ങനെയാണ്. ഇനി ഈ മോള് മക്കളിയോ കരക്കൂട്ടത്തേക്ക്? ഇല്ല, ഈ അച്ഛന്റെ കൂടെ തന്നെയാ. ഉറപ്പാണേ? നല്ല ബെസ്റ്റ് അച്ഛനും മോളും. എന്താ? അല്ല, അച്ഛനും മോക്കും ഒരേ പ്രായം. അച്ഛനും ഇന്നലെ ഉണ്ടായിരുന്നു, അച്ഛനും മോളുണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെയുണ്ടച്ചാ. ഓഫനേജിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി മക്കളില്ലാത്ത കപ്പിൾസ് വരും. അഡോപ്ഷൻ ഡീഡൊക്കെ എഴുതി സൈൻ ചെയ്ത് കൊണ്ടുപോകും. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ അച്ഛനും അമ്മയും ആകുന്നത്. അന്ന് തന്നെയാ ആ കുട്ടി അവരുടെ മകനും മകളും ആകുന്നത്. ഈ മകളെ മാത്രം എന്താ ആരും അഡോപ്റ്റ് ചെയ്യുന്നത്? രജിത മമ്മി കൊടുത്തില്ല. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ചോദിച്ചോളൂ രജിത മമ്മി പറയുമായിരുന്നു. എന്തുകൊണ്ടാ കൊടുക്കുന്നത്? ഈ അച്ഛനെ തരാൻ വേണ്ടി കാത്തു സൂക്ഷിച്ച് നിർത്തിയതായിരിക്കും. അത് കറക്റ്റ്, അതാണ് സത്യം.
എനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തരേണ്ട കയ്യല്ലേ ഇത്? എന്റെ 3 മക്കൾക്ക് ഞാൻ വാരി കോരി കൊടുത്തിട്ടുണ്ട്. നിനക്കല്ലേ കിട്ടാതെ പോയത്? അച്ഛാ 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 കേൾക്കാനിട്ടാണോ? അല്ല, കേൾക്കാൻ വേണ്ടിയാ. എന്താണ് പറഞ്ഞോ? ഒന്നുമില്ല. അമ്മേ അമ്മ എവിടെ പോവാ? എന്താ? ദൂരേക്ക് എവിടെയും പോകണമെന്നറിയാനാ. ദൂരെ എവിടേക്ക്? ഞാനെന്താ വീട് വിട്ട് പോകാന്ന് വിചാരിച്ചോ? പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ലേ ഇപ്പോഴും നടക്കുന്നത്. അച്ഛനോട് അതിനെ ശേഷിയുള്ള വിരോധം തീർക്കാൻ അമ്മയുടെ അവസാന തടവാണല്ലോ ഇറങ്ങിപ്പോക്ക്. ഇനിയിപ്പോ അങ്ങനെ ഒരു മനസ്സിൽ വെച്ച് ഇറങ്ങിപ്പോന്ന് വിചാരിച്ചു. ഞാനിവിടെ ഇറങ്ങി പോകുന്നതാണോ നിന്റെ വിചാരം? എന്റെ പൊന്നമ്മ, അമ്മ ഇങ്ങോട്ട് ഇറങ്ങിപ്പോണ്ട. അമ്മ സമാധാനമായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയുന്ന കാണാൻ എനിക്കിഷ്ടം. ഞാൻ സമാധാനത്തോടെയാണോ ഇവിടെ കഴിയുന്നത്? നിങ്ങളൊക്കെ കാണുന്നല്ലേ ഞാനിവിടെ ആരാണെന്നും എന്റെ സ്ഥാനം എന്താണെന്നും. എന്തിനു പറയുന്നു? നിങ്ങളുടെ സ്ഥാനത്തിന് മീതെ ഒരുത്തി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞല്ലോ, ദത്തുപുത്രിയായിട്ട്. അതെല്ലാം കേട്ട് നിന്ന് അംഗീകാരവും കൊടുത്തു എന്റെ മക്കൾ. അച്ഛൻ പറയുന്ന അനുസരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? മറിച്ചൊരു വാക്ക് വേണ്ടാൻ അച്ഛൻ സമ്മതിക്കും. അമ്മയെ കൊണ്ട് പറ്റുന്നില്ല അച്ഛനെ എതിർക്കാൻ. പിന്നെയാണ് ഞങ്ങള്. തൽക്കാലം ആരും എതിർക്കാൻ പോണ്ട. അച്ഛന്റെ തീരുമാനം എന്താണോ അത് നടക്കട്ടെ. അലീന ചേച്ചി അല്ലെങ്കിലും സ്വന്തം ചേച്ചി പോലെ ഞാൻ കണ്ടിരുന്നത്. ചേച്ചി എന്നെയും ബബിയേച്ചിയും രോഹിണിനെയും സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ കാണുന്നതും. പക്ഷെ അലീന ചേച്ചി ഒരു ഹോം നേഴ്സായിട്ട് കണ്ടിരുന്നത് മാത്രമല്ല, ആ ചേച്ചിയുടെ വേലക്കാരിക്ക് താഴെ അടിച്ചു നടത്തി ഉള്ള ജോലി മുഴുവൻ ചെയ്യിപ്പിച്ച് ഫിസിക്കലി മെന്റലി പേടിപ്പിച്ച് പുറത്തു കളി. നീ എങ്ങോട്ടാ ഈ പറഞ്ഞു പോകുന്നത്? നിനക്ക് അച്ഛനെ വിളിക്കണോ? ആ അച്ഛനെ പഠിക്കാൻ നല്ലത്. അമ്മയ്ക്ക് പഠിക്കാൻ ഞാനൊരു വഴിയോ. നീ എന്ത് ഉദ്ദേശിച്ചാടി അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ടുപിടിച്ചാൽ നീ ഏത് വഴിക്ക് പോകുന്ന ചോദിച്ചില്ലേ? അമ്മേ വിട്. അവള് നിലനിൽപ്പില്ലേ? കുറച്ച് ദിവസം ഏതോ റിസോർട്ടിൽ പോയി അച്ഛന്റെ ദത്തുപുത്രനെ കൂടെ കൊടുത്തപ്പോ അവളൊന്ന് മാറിപ്പോയി. ഞാൻ ഇങ്ങോട്ട് മാറിയിട്ടില്ല. ഇത് കമ്മൽ തെറ്റിദ്ധാരണ മാത്രം. അലീന ചേച്ചിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെന്നത് ശരിയാ. അതിന് റീസൺ ഉണ്ടായിരുന്നു. അലീന ചേച്ചിയോട് വന്നത് മുതൽ ഇന്ന് വരെ ആ ചേച്ചിയുടെ കുറ്റമായി കണ്ടെത്താനായിട്ടില്ല. എന്നിട്ടും അലീന ചേച്ചിയാണ് ഈ കുടുംബം നശിച്ചു പോകാൻ കാരണമെന്ന് എല്ലാവരും പറഞ്ഞപ്പോ ചേച്ചി ഇറക്കിവിടാൻ എല്ലാവരും കൂടെ ശ്രമിച്ചപ്പോ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതെന്താണ് അമ്മ അച്ഛനും തമ്മിലുള്ള വഴക്ക് അങ്ങനെയെങ്കിലും തീർന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നീ നിന്റെ അച്ഛനോടും അച്ഛന്റെ പുതിയ പുത്രിയോടും ചെന്ന് പറഞ്ഞേക്കും, എന്റെ വാക്കിനും എന്റെ തീരുമാനത്തിനും വില തരാത്തിടത്തോളം ഇതങ്ങനെ തീരാൻ പോകുന്നില്ല. അലീന അല്ലെങ്കിൽ വൈജയന്തി, രണ്ടിൽ ഒരാൾ മാത്രമേ ഈ വീട്ടിൽ ജീവിക്കൂന്ന്. അമ്മ വെറുതെ വാശി അടിക്കാൻ നിൽക്കണ്ട. അച്ഛന്റെ തീരുമാനത്തിനെതിരെ പ്രശ്നം കൂടുതൽ വശമാകത്തുള്ളൂ. അച്ഛനോട് ഉള്ളിടത്തോളം കാലം അലീന ചേച്ചി ഉണ്ടായിരിക്കും. അമ്മ എല്ലാം പറഞ്ഞത് അലീന ചേച്ചി സ്നേഹിച്ചില്ലേ സാരമില്ല. അലീന ചേച്ചിയുടെ പേര് പറഞ്ഞ് അച്ഛനായിട്ട് വഴക്കാണ് നിൽക്കുന്നത്. അമ്മേ അവളെന്തെങ്കിലും പറയട്ടെ. ശരിക്കും അമ്മ അവിടെ പോവാ. ഞാനിങ്ങോട്ട് പുറപ്പെട്ടു പോകുന്നില്ല. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിച്ചു മാറ്റിയിട്ട് നേരെ കൊല്ലപ്പള്ളി കൊണ്ടുപോയി ആക്കണം. ദത്തുപുത്രിയെ പ്രഖ്യാപിച്ച് അവളെ ഇവിടെ നിർത്തിയെങ്കിലും അവളിവിടെ തുടരാൻ ഒരു കാരണം കൂടി ഉണ്ടല്ലോ. അമ്മയുടെ കെയർ ഗീവർ എന്ന പദവി അതെടുത്ത് കളഞ്ഞ പിന്നെ ആ പേരും പറഞ്ഞ് ഇവിടെ നിർത്താൻ പറ്റില്ല. ഇനിയുള്ളത് ദത്തുപുത്രി. ആ പദവി അവൾക്ക് ചാർത്തി കൊടുത്ത ആളെ കൊണ്ട് തന്നെ അത് എടുത്ത് കളയിക്കാനുള്ള മാർഗവും എനിക്കറിയാം. ഒരു പൊട്ടു വിളിത്തോട്ടെ. ഓ വേണ്ട, ഇന്നൊരു ചന്ദ്രക്കുറി. അതായിക്കോട്ടെ.